ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി ലൈസി പ്രിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്നൊരു വിൻ്റർ ഷോപ്പിംഗ് ആണ് നടത്തുന്നത്. ഇന്ന് എൻ്റെ മടി പിടിച്ച ഒരു ദിവസത്തിൻ്റെ ഒന്ന്. എനിക്ക് എപ്പോഴും മടിയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേതല്ല, മടിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, വീട്ടിൽ എനിക്ക് അരിയൊന്നുമില്ല, ഭയങ്കര വിശപ്പ്. അപ്പം ഞാൻ വെച്ചു നാളെ കഴിഞ്ഞ മറ്റന്നാൾ സൺഡേ ഇവിടെ കടയില്ല. അപ്പം നമുക്ക് പുറത്തു പോയി അരി മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ദൂരെയല്ല പോകുന്നത്, തൊട്ടടുത്തുള്ള കടയിലാണ് പോകുന്നത്. ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം. അപ്പം 10 മിനിറ്റ് കൊണ്ട് എത്തും. അത്ര ദൂരമൊന്നുമില്ല. അപ്പം നമുക്ക് മഞ്ഞിൽ കൂടി ഇങ്ങനെ നടന്നു പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വരാമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഞാൻ മുടിയൊക്കെ സെറ്റാക്കി. ശരിക്കും ഞാൻ ഈ ഐഫോൺ എടുത്തപ്പോഴാണ് എൻ്റെ സ്കിൻ ഇത്രയും ഡാമേജ് ഉള്ള കാര്യം അറിഞ്ഞത്. അപ്പം സാംസങ് ഫോണിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ഡാമേജ് ഉള്ള കാര്യം അറിയില്ലായിരുന്നു. കണ്ണാടി കൂടെ നോക്കുമ്പോഴും അത്ര അറിയാൻ പറ്റില്ലായിരുന്നു. കാരണം ലൈറ്റിൽ കൂടെ നോക്കുമ്പോൾ സ്കിൻ ഈവൻ ടോണായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പുറത്തിറങ്ങി കുറേയൊക്കെ മഞ്ഞൊക്കെ കോഴി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പം ഒരു അങ്കിൾ വന്നിങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ കോഴിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പം മെല്ലെ നടക്കുവാണ്. ബസ് കയറിയല്ല കേട്ടോ ഞാൻ പോകുന്നത്, നടന്നു പോകാം. അതിപ്പോൾ തൊട്ടടുത്ത് പെനി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പോവാണ്. എനിക്ക് തോന്നുന്നു ജർമ്മനിയിലെ ഏറ്റവും ചീപ്പസ്റ്റ് സാധനങ്ങൾ കിട്ടുന്ന പെനിയാണ്. പിന്നെ കൗഫ്ലാൻഡ് കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇന്ന് അത്ര മൂടില്ലായിരുന്നു, ഭയങ്കര മടിയായിരുന്നു. അപ്പം ഞാൻ വെച്ച് ഈ മഞ്ഞക്കൂടെ ഒന്ന് ജസ്റ്റ് നടന്നു പോകാം. പക്ഷെ നടക്കുമ്പം എന്താണെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊന്ന് തെന്നുന്ന പോലെ ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മഞ്ഞൊക്കെ വീണ് ഇലയില്ലാത്ത മരക്കൊമ്പുകൾ കണ്ടില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. ചുമ്മാ എന്തിനാ വെറുതെ ലാഗ് അടിപ്പിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ മഞ്ഞൊക്കെ വീണ് ഇരിക്കുന്നു. പക്ഷെ കാണാൻ നല്ല രസമാണെങ്കിലും നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ കൈയൊക്കെ മരവിക്കും. ഞാനാണെങ്കിൽ ഗ്ലൗസ് ഇടാൻ മറന്നുപോയി ഗൈസ്, അതുകൊണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം അവിടെ വീടിൻ്റെ അടുത്ത് 2 അമ്മയും മോനും ആണ് തോന്നുന്നു. അവിടെ തൊട്ടെ അതിൻ്റെ പേര് എൻ്റെ വായി കിട്ടുന്നില്ല ഗൈസ്, എനിക്ക് ഓർമ്മ വരുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊക്കെ സംസാരിച്ച് അങ്ങ് പോകണം. അപ്പം ഞാൻ കയ്യിലൊരു ട്രോളി ബാഗ് ഉരുട്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ സാധനങ്ങൾ മേടിച്ച് വെക്കുന്നത്. കാരണം എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചുമക്കാൻ എനിക്ക് അത്ര ഇല്ല. കാരണം രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പെടൽ വേദനയൊക്കെ വരും. അപ്പം എൻ്റെ കടയാണ്, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാം വിലക്കുറവാണ്. എല്ലാ ഐറ്റംസ് എനിക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടും, എല്ലാം ഒന്നും കിട്ടാറില്ല. അത് ഞാൻ കൗഫ്ലാൻഡാണ് പോകുന്നത്. ഞാൻ ഇവിടെ ബ്രൗൺ ഷുഗർ നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അത് കൗഫ്ലാൻഡ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, വിലക്കുറവൊക്കെ ആണ്. പിന്നെ അത്യാവശ്യം ഒരു ചിലവ് ചുരുക്കി ജീവിക്കുന്ന വ്യക്തിക്ക് വേണ്ട എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. വളരെ വൃത്തിയുള്ള ചിക്കനാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ചിക്കൻ മേടിക്കുമ്പോൾ ഇങ്ങനെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഭയങ്കര പാടായിരുന്നു. അപ്പം തിരിച്ച് ഞാൻ വരുന്ന വഴി അവിടെ ഒരു കുഞ്ഞ് പാർക്കുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ഊഞ്ഞാൽ. അപ്പം ഞാൻ അതിൽ കയറി ഒരു സ്ലോമൊക്കെ എടുത്തു. ഇതിൻ്റെ 1-2 റീൽസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഗായ്സ്. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഞാൻ ഇടയ്ക്ക് പണ്ട് വരുമായിരുന്നു, ഇങ്ങനെ ആടും. അപ്പോൾ എപ്പോഴും പിള്ളേരൊക്കെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ കിട്ടാറില്ല. ഇന്നും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ടൈമായിരുന്നു, അവിടെ ഒറ്റ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ നോക്കുമ്പോൾ മഞ്ഞിക്കൂടിയൊക്കെ നടന്നു. ഇത് ഫിൽറ്ററൊക്കെ ഇട്ട് ഞാൻ 5-6 വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ എനിക്ക് ഈ ഫിൽറ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആലോചിച്ച് ഇതുപോലെ വെളുപ്പൊക്കെ ദൈവം തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ സ്കിന്നിന് ഡോൾ പോലെ. ശരിക്കും ഈ വെളുപ്പിലൊന്നും കാര്യമില്ല. നമ്മൾ മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് മാത്രമാണ് എനിക്ക് തോന്നുന്നു സ്കിന്നിനോട് സ്കിൻ വൈറ്റനിങ്ങിനോട് ഇത്ര അട്രാക്ഷനും ഉള്ളതെന്ന് തോന്നും. പക്ഷേ വെളുത്തവർക്ക് അങ്ങനെ ഭയങ്കര ഇതില്ല. അതൊരു കറക്റ്റ് പോയിൻ്റാണ്. അപ്പം ഞാൻ പിന്നെ അവിടെ ഇലയിലൊക്കെ തൂങ്ങിയിരിക്കുന്ന മഞ്ഞൊക്കെ ഇങ്ങനെ കുടഞ്ഞ് സ്ലോമൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ രസം തോന്നി ക്യാമറയിൽ കൂടെ കാണുമ്പം അത് അത്രയും അതുപോലെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ എത്ര നേരം ഒന്നും പറഞ്ഞാൽ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. ഇപ്പം ഇനി 2 മാസം കഴിയുമ്പം ജോലിക്കൊക്കെ കയറുമ്പോൾ നമുക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അപ്പോൾ ഉള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന മടക്കില്ല. അതെനിക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ അനുഭവങ്ങൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് വന്നു. ഇതാണ് ബേസ് ക്യാമ്പ് മക്കളെ. ഞാൻ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വീടെത്തി. സത്യത്തിൽ ക്ലിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയും കുറേ നല്ല വീഡിയോസായിട്ട് വരാം. ഇതൊക്കെ എൻ്റെ മടി പിടിച്ച ദിവസങ്ങളിൽ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു ചെറിയ പാർട്ട് പോലെയാണ് ഇതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.